Hello friends, Nexa System പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് EZVIZ ന്റെ C1C-B എന്ന് പറഞ്ഞൊരു ക്യാമറ നമ്മുടെ ഇതുപോലെയുള്ള DVR ലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യിക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു C1C ക്യാമറയുടെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കും. ഈ C1C നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്നും അതുപോലെ അതിന്റെ പ്ലേബാക്ക് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് വീടിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും, അതുപോലെ നമുക്ക് സിറ്റ് ഔട്ടിൽ വെക്കാം. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ക്യാമറകൾ നമ്മൾ ലിഫ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ ചെറിയൊരു സ്പേസിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ടൈപ്പ് ക്യാമറയാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വീടിന്റെ ചുറ്റിനും ഒരു 4-5 ക്യാമറകളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വീടിന്റെ ഉള്ളിൽ ഇപ്പോൾ പല ആൾക്കാരും ക്യാമറ വെക്കാൻ വേണ്ടി താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ മക്കളുള്ള ആൾക്കാർ പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സെർവൻസിനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ പേരൻസിനെ ശരിക്കും കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ വയ്ക്കുമ്പോൾ അവർക്ക് ഓഡിയോ കൂടെ ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറകളാണ് ആവശ്യം വരിക. അപ്പോൾ ആ ടൈപ്പ് ക്യാമറകളിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഈ ഒരു C1C എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് വെച്ചാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാമറയായിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. മാത്രമല്ല ഈ ടൈപ്പ് ക്യാമറ വയർലെസ് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വയറിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വീടിന്റെ ഉള്ളിലൊക്കെ നമ്മൾ വയർ ചെയ്ത് പോകാന്ന് വെച്ചാൽ വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ വയർലെസ് ക്യാമറ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എറണാകുളത്തുള്ള ചില ഫ്ലാറ്റുകളിലൊക്കെ ഞങ്ങൾ ഇത് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഈ ടൈപ്പ് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ലിഫ്റ്റിന്റെ അകത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് 2.8mm ലെൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വൈഡ് ആംഗിളാണ് ഇതിന്റെ ലെൻസ് വരിക. മാത്രമല്ല നമുക്ക് ഓഡിയോയും റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ടൈപ്പ് ക്യാമറയിൽ നമുക്കിത് ഇവിടെ ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ക്യാമറയ്ക്കുള്ളിൽ തന്നെയാണ് ഇതിന്റെ റെക്കോർഡിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയ DVR കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം അറിയാം. കാരണം ഈ ഒരു ടൈപ്പ് ക്യാമറ വെക്കുന്നതിന് DVRന്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷെ മറ്റൊരു ഡ്രോബാക്ക് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഈ ടൈപ്പ് ക്യാമറകൾ ഒരു മാഗ്നേറ്റ് വെച്ച് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അതായത് മാഗ്നേറ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു മാഗ്നേറ്റ് ആണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ മെറ്റൽ പീസ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഭിത്തിയിലേക്ക് നമുക്ക് ഒട്ടിയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ക്യാമറകളിൽ കാണാം ഇതുപോലത്തെ ഒരു മാഗ്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വീടിൻ്റെ ഉൾവശത്ത് ഭിത്തിയിലോ അല്ലെങ്കിൽ സീലിങ്ങിലോ വോളിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പിടിപ്പിച്ച ശേഷം ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്യാമറ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പോലില്ല. ക്യാമറ ഏത് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ വെക്കണമെങ്കിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്യാമറ വെക്കുമ്പോൾ ഇതിനകത്തൊരു ഇൻസെക്യൂരിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് പവർ കൊടുത്ത് ഈ ക്യാമറ വർക്ക് ചെയ്ത് വൈഫൈയിലിരിക്കും. ഈ ക്യാമറയ്ക്കുള്ളിൽ തന്നെയാണ് റെക്കോർഡിങ് നടക്കുക. നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു മോഷണ ശ്രമം ഉണ്ടായി ഈ ക്യാമറ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ളിൽ റെക്കോർഡിങ്സ് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ പാരലായിട്ട് ഇതുപോലുള്ള DVRലേക്ക് റെക്കോർഡിങ് ചെയ്യുന്ന വിധമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് പാരലായിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും DVRനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചർ നമുക്കിപ്പോൾ ഈ ക്യാമറ സ്റ്റാൻഡ് അലോൺ ആയിട്ട് EZVIZ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ ഫോണിലോട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അലേർട്ട് വരുന്ന രീതിയിലേക്കാണ് ഈ ക്യാമറയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും മെമ്മറി കാർഡ് ഇടാതെ ഈ ക്യാമറ DVRലേക്ക് തന്നെ റെക്കോർഡിംഗ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫീച്ചർ ഒന്നും വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പാരലൽ റെക്കോർഡിംഗ് ആണ് ചെയ്യേണ്ടത്. ഇതിനുള്ളിൽ മെമ്മറി കാർഡ് എന്താണെങ്കിലും ഇട്ടിട്ട് ക്യാമറ നമ്മുടെ ഫോണിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ C1C ക്യാമറ ഞാനിവിടെ പവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ക്യാമറ ഇപ്പോൾ വൈഫൈ സെറ്റപ്പിന് വേണ്ടി റെഡിയാണെന്നാണ്. ഞാനപ്പോൾ എൻ്റെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് EZVIZ എന്നുള്ളൊരു ആപ്പാണ്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിലൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഈ ക്യാമറ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ആ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ EZVIZൻ്റെ ആപ്പ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് അടിക്കുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ അക്കൗണ്ട് എടുക്കില്ല, അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പ്ലസ് സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട്, കണ്ടോ? ഇപ്പോൾ ഈ പ്ലസ് സൈനിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓണായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ടൊരു QR കോഡ് ഉണ്ട്. ഈ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോണിലേക്ക് ആഡ് ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ
ഫോണിൻ്റെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഈ താഴെയുള്ള ഈ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫോൺ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ക്യാമറയുടെ പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണ് നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഒരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പം ഞാൻ കണ്ടോ നെക്സ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞൊരു വൈഫൈ നെറ്റ്വർക്കിൽ, അതായത് ഇവിടെ തന്നെയുള്ളൊരു വൈഫൈ നെറ്റ്വർക്കിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല. പിന്നെ ചില ആളുകളൊക്കെ അവരുടെ ഫോണിൽ തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തിട്ടൊക്കെ ഇത് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ EZVIZ കമ്പനി അല്ലെങ്കിൽ ഇക്വേഷൻ ഒന്നും റെക്കമെൻഡ് ചെയ്തൊരു മെത്തേഡല്ല. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഡിവൈസ് ഈസ് പവർ ഓൺ. ഡിവൈസ് പവർ ഓൺ ആണോന്നോ? ഓക്കെ, ഞാൻ ഡിവൈസ് പവർ ഓൺ ആണെന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ടു, നെക്സ്റ്റ് അടിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കണവർക്കൊക്കെ വായിച്ചു നോക്കാം, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മളോട് ചോദിച്ചേക്കണത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ. നമ്മുടെ ഈ ഒരു ക്യാമറയിലെ ബ്ലൂ ലൈറ്റ്, ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ബ്ലിങ്ക് അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ എന്ന് കൊടുത്തു, നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു പേജ് എന്ന് വെച്ചാൽ ഇതാണ്, നമ്മുടെ വൈഫൈ പാസ്വേഡ് അടിക്കാനാണ് പറയുന്നത്. ഞാനിവിടെ വൈഫൈ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഫോണിൽ സെർച്ചിങ് ഫോർ ദ ഡിവൈസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈസ് സെർച്ച് ചെയ്തു, കണക്ട് ടു ഡിവൈസ്. നമ്മളിപ്പോൾ കണക്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് അടിക്കുക. കണക്ഷൻ സക്സസ്ഫുൾ. ഇനി കുറച്ച് ഈ ഒരു സെറ്റപ്പ് ഒക്കെ കോൺഫിഗർ ചെയ്യാനുണ്ട്, അത് കോൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ക്യാമറ എവിടെയാണ് വെക്കാൻ പോകുന്നത്? ലിവിംഗ് റൂം ആണോ, ബെഡ്റൂം ആണോ, കിച്ചൺ ആണോ, എവിടെയാണ് വെക്കാൻ പോകുന്നതെന്നാണ്. നമ്മളിപ്പോൾ ലിവിംഗ് റൂമിൽ ടിക്കിട്ടു. ഓക്കെ, ലിവിംഗ് റൂമിൽ ടിക്കിട്ട ശേഷം ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഇനി ഒരു 100% ഇത് എത്തണം, അത് കോൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺഫിഗറേഷൻ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ വൈഫൈയുടെ സെറ്റപ്പിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ ഈ ഒരു C1C-Bയുടെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കുറച്ച് വേഗത്തിലാണ് കാണിച്ചത്, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വീഡിയോ ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെമ്മറി കാർഡിലേക്കായിരിക്കും. സാധാരണ കേസിൽ ഇങ്ങനെയാണ് എല്ലാവരും ഇൻസ്റ്റലേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് DVR വേണ്ടല്ലോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണത് DVRലേക്ക് ഇതിൻ്റെ റെക്കോർഡിങ്സ് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ, ഇപ്പോൾ നമ്മുടെ ഈ വൈഫൈ ക്യാമറയുടെ ഈ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ, ഈ വൈഫൈ ക്യാമറയുടെ പാസ്വേഡ് ഇരിക്കുന്നത് ഈ ഒരു QR കോഡിനകത്താണ്. അപ്പോൾ ഈ ഒരു QR കോഡ് ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്തതുകൊണ്ട് ഈ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ എബൌട്ട് എന്നുള്ള ഓപ്ഷനിൽ അത് കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ, അതായത് ക്യാമറയുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കണ്ടോ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. ആ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ എബൌട്ടിൽ ക്ലിക്ക് അടിക്കുക. എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഈ QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാസ്റ്റത്തെ പേജ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. QR കോഡിൽ ഇതാണ് ആ QR കോഡ് കാണിക്കുക. ആ QR കോഡിൻ്റെ അടിയിലായിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണോ. ഈ വെരിഫിക്കേഷൻ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ എഴുതിയേക്കണതാണ് കണ്ടോ, BMH എന്നൊക്കെ പറഞ്ഞൊരു നമ്പറുണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്ത് വയ്ക്കേണ്ട നമ്പർ. ഇത് നമുക്ക് DVRൽ കൊടുക്കാനുള്ളൊരു നമ്പറാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്യാമറേനെ നമ്മുടെ DVRലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ DVR ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ, അതായത് ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ തന്നെ വയേർഡായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ DVR ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ DVR ഇപ്പോൾ നെക്സ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു മോഡത്തിൽ വയേർഡായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്യാമറ ഇപ്പോൾ ഇരിക്കുന്നത് വയർലെസ് ആയിട്ട് ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ക്യാമറ, ഇപ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആ ഒരു ക്യാമറ കാണണം. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP ക്യാമറ എന്ന് കാണാം. IP ക്യാമറ സെലക്ട് ചെയ്യാം. അവിടെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു വൈഫൈ ക്യാമറ ഇവിടെ കാണിക്കുന്നത് കേട്ടോ, ആക്റ്റീവ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ വൈഫൈ ക്യാമറയെ നമ്മുടെ ഈ ഒരു DVRലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആഡ് ഓർ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, അതിൽ ആഡ് ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ തെളിഞ്ഞ് വരും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിം
അഡ്മിൻ ഓൾറെഡി വന്നിട്ടുണ്ട്. പാസ്വേഡ് എന്താണെന്ന് ചോദിച്ച്. പാസ്വേഡ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഞാൻ പാസ്വേഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ ക്യാമറ റിസ്കി പാസ്വേഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാലും പ്രോബ്ലം ഇല്ല. നിങ്ങൾ ലൈവ് എന്നൊരു ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ EZVIZ എന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ഒരു ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാമറ, ഇപ്പോൾ ഈ ക്യാമറ നമ്മൾ ഹാർഡ് ഡിസ്ക് DVR നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ DVRനകത്ത് നമുക്ക് 4 ക്യാമറകൾ വരെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് 4 ചാനൽ DVRൽ, കൂടാതെ നമുക്കൊരു IP ക്യാമറ കൂടെ കണക്ട് ചെയ്യാം. അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ. അതായത് 4 ക്യാമറ A1, A2, A3, A4 എന്ന് പറഞ്ഞ് കാണിക്കുന്ന 4 HD ക്യാമറകളാണ്. പ്ലസ് മാക്സിമം 1 IP ക്യാമറ ക്യാൻ ബി കണക്റ്റഡ് എന്ന് എഴുതി കണ്ടില്ല. ഇപ്പോൾ നമ്മളൊരു IP ക്യാമറ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്യാമറകൾ ഇങ്ങനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പാലാരിവട്ടത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തു, ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേനെ നോക്കാൻ വേണ്ടി 2 പേരുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ക്യാമറ വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ റാക്കിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ DVR സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ താഴേന്ന് ഒരിക്കലും അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നില്ല, അവരുടെ വീട്ടിലാണ്, കുറേ ദൂരത്താണ്. അപ്പോൾ അവർക്ക് ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഭയങ്കര ഇടിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫ് ചെയ്തിടണം. എന്തെങ്കിലും വലിയ ഇടിയൊക്കെ വരുന്ന സമയത്ത് ബേണായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെച്ച ഒരു സ്ഥലത്ത് ഇതുപോലെ ഇടി വെട്ടിയിട്ട് ഒരു 3-4 വീടുകളുടെ പരിസരത്തുള്ളായിരുന്ന എല്ലാ വീട്ടിലെയും ഉപകരണങ്ങൾ അടിച്ചുപോയി. അതോടൊപ്പം തന്നെ ക്യാമറയുടെ SMBSും പോയി. അപ്പോൾ അതേപോലുള്ള അവസരങ്ങളിൽ വലിയ ഇടിയൊക്കെ വന്ന സമയത്ത് നമ്മൾ ക്യാമറ സിസ്റ്റം ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ പോലും ആ ചേച്ചിക്ക് ഈ വീട്ടിലെ ഈ DVR ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ താഴേന്ന് ഒരു സ്വിച്ച് കൊടുത്തിട്ടില്ല. കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ താഴേന്ന് ഒരു സ്വിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് ഓഫ് ചെയ്തിട്ട് പോകാവുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് പവർ എടുത്തിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പവർ എടുത്തേക്കാണ്, സ്വിച്ച് ബോർഡിൻ്റെ അകത്തുനിന്ന് പവർ എടുത്തേക്കണം. അപ്പോൾ അവർക്ക് ഒരിക്കലും അവർ നേരിട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഓഫ് ചെയ്യാൻ, അവരുടെ വീട്ടിലിരുന്ന് ഓഫ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ IoT ഡിവൈസാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ ഫോണിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു DVR ഓഫ് ചെയ്യാനും ഇടി മഴയൊക്കെ മാറുമ്പോൾ അത് ഓണാക്കാനൊക്കെ ഉള്ളൊരു സിസ്റ്റം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ.